ആക്ടിവിറ്റീസ് ഓർ ബെനിഫിഷ്യൽ ടു ദ ഓർഗനൈസേഷൻ. ഒന്നെങ്കിൽ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടിയ നമുക്ക് റവന്യൂ വരുമാനത്തിനനുസരിച്ചായിരിക്കും റിസോഴ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ എന്താണ് ഓർഗനൈസേഷൻ ആവശ്യം നമ്മൾ നോക്കും, പക്ഷേ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കോസ്റ്റ് ഒക്കെ തീരുമാനിക്കുമെങ്കിലും എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, റവന്യൂ കൂടെ തീരുമാനിക്കും. പക്ഷേ പ്രയോറിറ്റി, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ആവശ്യകതയോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ നീഡോ ഒന്നും അനലൈസ് ചെയ്യാതെ, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റും റവന്യൂ ഒന്നും നോക്കാതെ പ്രീവിയസ് ഇയറിലെ ബഡ്ജറ്റിലേക്ക് എന്താണ് ഒരു വൈറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ഇൻക്രിമെൻ്റൽ എമൗണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെൻസ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അനുസരിച്ചാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിൽ നമ്മൾ എക്സ്പെൻസസ് തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഫോമുലയൊന്നുമില്ല കോസ്റ്റ് ഒക്കെ അനലൈസ് ചെയ്യാനും എക്സ്പെൻസസ് വേസ്റ്റ് ആയി പോകാനും ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിന് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനാമിക് ആണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആണ്, ഒരിക്കലും അത് മാറത്തില്ല. പിന്നെ ടൈം ഫാക്ടർ നോക്കുമ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിന് ഒരു കുഴപ്പമുണ്ട്, ടൈം കൺസ്യൂമിങ്ങും എക്സോസ്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്, ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ പ്രിപ്പറേറ്ററി എഫേർട്ട് എന്ന് പറയുന്നത് ഇൻഡെപ്ത് അനാലിസിസും കോംപ്ലക്സ് കാൽക്കുലേഷൻസും ഒക്കെ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് വേണം. പക്ഷേ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എളുപ്പമാണ് പ്രിപ്പയർ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ. പിന്നെ ട്രെയിനിങ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സും വേണം, അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസും വേണം ദാൻ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ്. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അപ്പം അവിടെ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷേ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിന് പ്രത്യേകിച്ച് ഈസി മെത്തേഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്പേർട്ട് ഒന്നും വേണ്ട, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും വേണ്ട. ഇതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റും ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഒന്നാമത്തെ പറയുകയാണെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 0 പോയിന്റ് അല്ലെങ്കിൽ സീറോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നായിരിക്കും അതിൻ്റെ ബേസിസ്. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ ഓർഗനൈസേഷൻ നീഡ്സ് ഓർ ദ ബേസ്ഡ് ഓൺ ദ റവന്യൂലായിരിക്കും. എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനനുസരിച്ചാണ് എക്സ്പെൻസ് എസ്റ്റിമേഷൻ നടത്തുന്നത്. ഇന്നോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ഇന്നോവേഷൻ, പുതിയ ഡെവലപ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റൽ ഡെവലപ്മെൻ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയും ആ കോസ്റ്റിനനുസരിച്ചുള്ള ഒരു ഇന്നോവേഷനൊക്കെ നടത്തുകയും ചെയ്യും. നേച്ചർ എന്ന് വെച്ചാൽ ഡൈനാമിക് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് പ്രോസസ്സാണ്. പ്രിപ്പറേറ്ററി എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ്, ഇൻഡെപ്ത് ആൻഡ് കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഒക്കെ വേണം. ട്രെയിനിങ് റിക്വയർമെൻറ്റ്സ് വെച്ചാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സും സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ വേണം. അതായത് ട്രഡീഷണൽ മെത്തേഡ്. ഇൻക്രിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ഫിസിക്കൽ ഇയറിലെ ബഡ്ജറ്റ് ആയിരിക്കും, അതായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. പിന്നെ വിത്തൗട്ട് ഗിവിംഗ് എനി പ്രയോറിറ്റി വിത്ത് ദ വൈറ്റൽ ആക്ടിവിറ്റീസ് ഓർ ദ പ്രീവിയസ് ഇയർ ബഡ്ജറ്റ് ഇറ്റ് അഡ്ജസ്റ്റ് വിത്ത് ഇൻക്രിമെൻ്റൽ എമൗണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ആക്ടിവിറ്റീസ് ഒന്നും നോക്കത്തില്ല, അതുപോലെ തന്നെ ഈ വർഷം വരാനിരിക്കുന്ന ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചിങ് കണ്ടീഷൻസ് ഒന്നും നോക്കാതെ എന്ത് ചെയ്യും, ഒരു ഇൻക്രിമെൻ്റൽ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഒരു ഫിക്സ്ഡ് ഫോമുലയോ ഒന്നുമില്ല കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒന്നും നോക്കുന്നേയില്ല, അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഓഫ് എക്സ്പെൻസസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇന്നോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നോവേഷൻ ഒന്നും നോക്കുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ നീഡോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ നീഡൊന്നും അനലൈസ് ചെയ്യാതെ അവരുടെ ആവശ്യത്തിനനുസരിച്ചല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിക്കാൻ കോസ് ഇതൊന്നും ഇന്നോവേഷൻ ഉണ്ടാകത്തില്ല. പിന്നെ കൺസർവേറ്റീവ് ആയിരിക്കും, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമായിരിക്കും, അത് കൂടിയോ കുറയോ ചെയ്യത്തില്ല. സിമ്പിൾ ഈസി മെത്തേഡൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും വേണ്ട, ഈസി ടു പ്രിപ്പയർ ദ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള സീറോ ബേസ്ഡ് ബഡ്ജറ്റും ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ്.